എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടാ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ നാടൻ രീതിയിൽ ഒരു ചമ്മന്തി ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാങ്ങയും കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരകിയതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമാങ്ങയാണിത്. 2 കുഞ്ഞി പച്ചമാങ്ങയായിരുന്നു, അപ്പൊ അത് എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക്, കുറച്ചധികം കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഓവറായിട്ട് അരഞ്ഞൊന്നും പോവണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ ആർക്കാണല്ലോ അറിയാത്തത്, പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഈ ഷെയർ ചെയ്യുന്നത്. കുക്കിംഗ് ഒക്കെ അറിയാത്തവര് അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ കുക്ക് ചെയ്യുകയാണ്. എല്ലാ വീഡിയോ അങ്ങനെയൊക്കെ തന്നെയാണ്, ഞാൻ എന്ത് കുക്ക് ചെയ്താലും ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടും. കാരണം അറിയാത്തവർ ഇങ്ങനെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ കുക്കിംഗ് പഠിക്കുന്ന സമയത്തൊന്നും ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പൊ അറിയാവുന്നവര് കാണണമെന്നില്ല. പിന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞാൻ, ഇത് എന്റെ രീതിയാണ്, ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയും കൂടി കണ്ടോക്കാം കേട്ടോ. ഇപ്പൊ ഞാനൊന്ന് മിക്സി ജാറിലിട്ട് അരച്ചെടുത്തായിരുന്നു. വേറെ വെളിച്ചെണ്ണ ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പിട്ട് മാത്രം ഒന്ന് അരച്ചെടുത്തു. ഓവറായിട്ട് അരച്ചെടുത്തിട്ടുമില്ല. എന്നിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കും കേട്ടോ, കാരണം ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെക്കും, നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും, കേടൊന്നും ആവുന്നില്ല. ഇപ്പൊ ചമ്മന്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വല്ല തേങ്ങ അരച്ച കറികളോ അല്ലെങ്കിൽ വല്ല ചാറ് കറിയോ ഒക്കെ ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും ഇച്ചിരി കൂടുതലാണ് ഉണ്ടാക്കും. സാമ്പാർ ആയിക്കോട്ടെ, കാരണം എന്താ, നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഞാൻ എപ്പോഴും ഇച്ചിരി കൂടുതൽ തന്നെ ഉണ്ടാക്കും. എന്നിട്ട് നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, കേടൊന്നും ആവത്തൊന്നുമില്ല. പിന്നെ കൈയിട്ടൊന്നും ഇളക്കരുതെന്ന് മാത്രം, സ്പൂൺ കൊണ്ട് മാത്രം കോരി എടുക്കുക. നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി, കേടാവേണ്ടി ഇരുന്നോളും കുറച്ച് ദിവസം. അപ്പോ നമ്മുടെ തേങ്ങയും മാങ്ങയും കാന്താരി മുളകൊക്കെ ഇട്ട നല്ല അടിപൊളി നാടൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിന്റെ ഒപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എന്റെ മോക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്, സ്കൂളിൽ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അപ്പൊ അതുവരേക്കും ടാറ്റാ ബൈ ബൈ. എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ. അത്രേ ഉള്ളൂ. താങ്ക് യു.